രാവിലെ അലാറം അടിക്കുന്ന ആ ഒരു ശബ്ദം ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നായിരിക്കാം അത്. നല്ല ഉറക്കത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചു പുറത്തെടുക്കുന്ന കടുപ്പമേറിയ ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ആദ്യം കടന്നുപോകുന്ന ചിന്ത എന്താണ്? 5 മിനിറ്റ് കൂടി, വെറും 5 മിനിറ്റ് കൂടി കിടന്നോട്ടെ, അല്ലേ? നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ദിവസം തുടങ്ങുന്നത് ഈയൊരു വിലപേശലിലൂടെയാണ്. ആ പുതപ്പിനുള്ളിലെ ചൂടും സുരക്ഷിതത്വവും വിട്ടു പുറത്തേക്കിറങ്ങാനുള്ള മടി, പുറത്തെ തണുപ്പും കാത്തിരിക്കുന്ന തിരക്കുകളും ജോലിയുടെ ഭാരവും ഓർക്കുമ്പോൾ ആ 5 മിനിറ്റ് ഉറക്കം നമുക്കൊരു സ്വർഗമായി തോന്നും. എന്നാൽ ആ അലാറം സ്നൂസ് ചെയ്ത് വീണ്ടും തലയിണയിലേക്ക് മുഖമമർത്തുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ദിവസത്തെ പരാജയത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതെ, നിങ്ങളുടെ വിധി തീരുമാനിക്കപ്പെടുന്നത് ആ നിമിഷത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ദിവസം തുടങ്ങുന്നതെങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ആ ദിവസം മുഴുവൻ കടന്നുപോകുക. നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന്. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പരാതികളുടെ എല്ലാം ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രഭാതങ്ങളിലാണെന്ന്? വിജയിച്ച മനുഷ്യരും ജീവിതത്തിൽ തോറ്റുപോയ മനുഷ്യരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ ആദ്യത്തെ 1 മണിക്കൂറിലാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഇന്നത്തെ ശരാശരി മനുഷ്യന്റെ ഒരു രാവിലത്തെ അവസ്ഥ. കണ്ണു തുറക്കുന്ന ആ നിമിഷം തന്നെ കൈകൾ പരത്തുന്നത് തലയിണയ്ക്കടിയിൽ വെച്ച മൊബൈൽ ഫോണിനു വേണ്ടിയാണ്. കണ്ണുപോലും നേരെ തുറക്കുന്നതിനു മുൻപ് വാട്സാപ്പിലെ മെസ്സേജുകളും ഇൻസ്റ്റഗ്രാമിലെ റീലുകളും ഫേസ്ബുക്കിലെ വാർത്തകളുമെല്ലാം നമ്മൾ തലച്ചോറിലേക്ക് കുത്തി നിറയ്ക്കുന്നു. ആരോ അയച്ച ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ, ലോകത്തിന്റെ ഏതോ കോണിൽ നടന്ന ദുരന്ത വാർത്തകൾ, മറ്റുള്ളവരുടെ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ, ഇതെല്ലാം കണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്ത് അറിയാതെ തന്നെ ഒരു നെടുവീർപ്പോടെയാണ് നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ. അതായത്, നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ വേറൊരാളുടെ ചിന്തകളിലൂടെയാണ്. നിങ്ങളുടെ മനസ്സ് എന്ന പൂന്തോട്ടത്തിലേക്ക് രാവിലെ തന്നെ വേണ്ടാത്ത മാലിന്യങ്ങൾ കൊണ്ടിടുന്നതിന് തുല്യമാണിത്. ഇങ്ങനെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ആ ദിവസം മുഴുവൻ മാനസികമായ ഒരു ക്ഷീണം അനുഭവപ്പെടും. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ തലച്ചോറിന് ഉണർവിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ അതിന് വിവരങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിലിപ്പോ എന്തിരിക്കുന്നു എന്ന്. എന്നാൽ ഇവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. വിജയിച്ച മനുഷ്യർ, ചരിത്രം സൃഷ്ടിച്ച അല്ലെങ്കിൽ സ്വന്തം ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ച ആരും തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കി സമയം കളയുന്നവരല്ല. അവർക്ക് രാവിലത്തെ സമയം എന്ന് പറയുന്നത് സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. അവരാ സമയത്തെ ബഹുമാനിക്കുന്നു. കാരണം അവർക്കറിയാം, രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം അവരുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണെന്ന്. നമ്മുടെ മനസ്സ് ഒരു കളിമണ്ണ് പോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് വളരെ മൃദുലമായിരിക്കും. ആ സമയത്ത് അതിനെ ഏത് രൂപത്തിലേക്കും മാറ്റിയെടുക്കാം. എന്നാൽ സമയം കഴിയുന്തോറും, വെയിൽ കൊള്ളുന്തോറും ആ കളിമണ്ണ് ഉറച്ചുപോകും. പിന്നെ അതിനെ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രഭാതങ്ങൾക്ക് ഇത്രയധികം ശക്തിയുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 30 മിനിറ്റ് എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ബാക്കി വരുന്ന 23.5 മണിക്കൂറും. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ആ സമയം, അതാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് നമ്മുടെ പൂർവികർ വിളിച്ചിരുന്നത്. പക്ഷികൾ ഉണരുന്ന, പൂക്കൾ വിരിയുന്ന, തണുത്ത കാറ്റു വീശുന്ന ആ സമയം. ആ സമയത്തിനൊരു പ്രത്യേക ഊർജമുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു. എന്നാൽ നമ്മൾ ആ സമയത്ത് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കി സമയം കളയുകയോ ചെയ്യുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സാമ്പത്തികമായ ഉയർച്ച വേണം, നല്ല ബന്ധങ്ങൾ വേണം, സമാധാനം വേണം, ആരോഗ്യം വേണം. പക്ഷെ ഇതൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഇത് നേടിയെടുക്കാനുള്ള പാതയിൽ നമ്മൾ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നമ്മുടെ ദിവസത്തെ നിയന്ത്രിക്കുന്നില്ല. പകരം ദിവസം നമ്മളെ നിയന്ത്രിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് പല്ല് തേച്ച് കാപ്പിയും കുടിച്ച് ഓഫീസിലേക്ക് ഓടുന്നതിനിടയിൽ നമ്മൾ ജീവിക്കാൻ തന്നെ മറന്നുപോകുന്നു. നമ്മൾ വെറും യന്ത്രങ്ങളെ പോലെയാവുന്നു. ഒരു കപ്പലിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. തുറമുഖത്ത് കിടക്കുന്ന ഒരു കപ്പൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ ക്യാപ്റ്റൻ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാകും. എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് വഴിയിലൂടെ പോകണം,
കാറ്റെങ്ങനെയാണ് എന്നെല്ലാം നോക്കിയിട്ടാണ് കപ്പൽ യാത്ര തുടങ്ങുന്നത്. എന്നാൽ യാതൊരു പ്ലാനുമില്ലാതെ, റഡാറില്ലാതെ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന കപ്പലിന്റെ അവസ്ഥയെന്തായിരിക്കും? കാറ്റ് വീശുന്ന ദിശയിലേക്ക് അതൊഴുകി നടക്കും. ഒടുവിൽ ഏതോ പാറയിലിടിച്ച് തകരുകയോ ലക്ഷ്യമില്ലാതെ അലയുകയോ ചെയ്യും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന ആ നിമിഷം നമ്മൾ ആ ദിവസത്തിന്റെ ക്യാപ്റ്റനാകണം. എന്നാൽ നമ്മളിൽ പലരും ആ കപ്പൽ കാറ്റിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ, ബോസിന്റെ ദേഷ്യം, ട്രാഫിക് ബ്ലോക്ക് ഇതെല്ലാം ചേർന്ന് നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് ഇന്നത്തെ ദിവസം മോശമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ഇത് മാറണം. ഇത് മാറണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ മാറ്റം വരണം. നിങ്ങളുടെ വിധി മാറ്റാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. അത് വലിയ കഠിനമായ ജോലിയൊന്നുമല്ല, മലമറിക്കുന്ന പണിയല്ല. വളരെ ലളിതമായ എന്നാൽ അതീവ ശക്തിയുള്ള ഒരു ശീലമാണത്. പക്ഷെ അത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഇത്ര മടി? എന്തുകൊണ്ടാണ് നമുക്ക് ഉന്മേഷമില്ലാത്തത്? കാരണം നമ്മൾ എഴുന്നേൽക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ അതിജീവിക്കും എന്ന ഭയത്തോടെയാണ്. ഇന്നലെ ബാക്കി വെച്ച പ്രശ്നങ്ങൾ, ഇന്നത്തെ വെല്ലുവിളികൾ, ഇതിനെയെല്ലാം ഓർത്ത് പേടിച്ചാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. ഈ പേടി മാറാതെ ജീവിതം മാറില്ല. നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തീറ്റ എന്ന അവസ്ഥയിലായിരിക്കും. ഇതൊരു സ്വപ്നത്തിനും ഉണർവിനും ഇടയിലുള്ള അവസ്ഥയാണ്. ഹിപ്നോസിസ് ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യനെത്തുന്ന അതേ മാനസികാവസ്ഥ. ഈ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, പൂർണ്ണമായി തുറന്നിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമായി വിശ്വസിക്കും. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മടിയാണ്, ഇന്നത്തെ ദിവസം ബോറാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പറയും, ശരി, എങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ആകട്ടെ എന്ന്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ ലോകത്തിന്റെ ബഹളങ്ങളിലേക്ക് പോകാതെ, ഫോൺ എടുക്കാതെ വെറും 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമോ? ആ 10 മിനിറ്റിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ വിധിയെ തിരുത്തിക്കുറിക്കാൻ പോകുന്നത്. പലരും പറയും, എനിക്ക് സമയമില്ല, രാവിലെ ഭയങ്കര തിരക്കാണ് എന്ന്. എന്നാൽ ചിന്തിക്കുക, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള കോടീശ്വരന്മാർക്കും വലിയ രാഷ്ട്രത്തലവന്മാർക്കും സ്പോർട്സ് താരങ്ങൾക്കുമുള്ളത് അതേ 24 മണിക്കൂറാണ്. അവർക്ക് സമയം കണ്ടെത്താമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഇത് സമയത്തിന്റെ പ്രശ്നമല്ല, ഇത് മുൻഗണനയുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ജീവിതത്തേക്കാൾ വലുതാണോ നിങ്ങളുടെ ഉറക്കം? നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ വലുതാണോ ആ 5 മിനിറ്റത്തെ സ്നൂസ് ബട്ടൺ? ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ്. നമ്മൾ അതിനെ എങ്ങനെ പരിശീലിപ്പിക്കുന്നുവോ അത് അങ്ങനെ പ്രവർത്തിക്കും. രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് കാലുകൾ തറയിൽ തൊടുന്ന ആ നിമിഷം മുതൽ ഒരു പോരാളി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെയാകണം നിങ്ങളുടെ മനസ്സ്. പക്ഷെ അത് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ ലോകത്തെ കീഴടക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന മോർണിംഗ് റൂട്ടീൻ. ഇത് വെറുമൊരു ശീലമല്ല, ഇതൊരു ജീവിത ശൈലിയാണ്. ഇത് കേവലം നേരത്തെ എഴുന്നേൽക്കൽ മാത്രമല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയോടെ എഴുന്നേൽക്കലാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണരുക എന്നത് വിജയത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. ആ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ എല്ലാവരെക്കാളും ഒരു പടി മുന്നിലാണ്. ആരും നിങ്ങളെ ശല്യപ്പെടുത്താനില്ലാത്ത, ഫോൺ ബെല്ലടിക്കാത്ത, വാഹനങ്ങളുടെ ശബ്ദമില്ലാത്ത ആ മാന്ത്രിക സമയം. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നത് പ്രസക്തമല്ല. ഇന്നലെ വരെ നിങ്ങൾ മടിയനായിരുന്നുവോ, പരാജയപ്പെട്ടവനായിരുന്നുവോ, അതൊന്നും കാര്യമാക്കേണ്ട. കാരണം ഓരോ പ്രഭാതവും ഒരു പുതിയ ജനനമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകൾ തിരുത്താനും പുതിയ ഒരു അധ്യായം കുറിക്കാനും ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസരമാണ് ഓരോ പുലരിയും. ആ അവസരത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല, മറിച്ച് നാളെ രാവിലെ മുതൽ, അല്ല, ഇന്ന് തന്നെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിലേക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ഒരു ശീലം നിങ്ങളുടെ വിധിയെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ തലമുറകളെപ്പോലും മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആ ഒരു കാര്യം അത് വളരെ ലളിതമാണ്, പക്ഷെ അതിന്റെ സ്വാധീനം അത്ഭുതകരമാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നതാണ്.
കൃത്യമായി പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കണം. നിങ്ങൾക്കായി, നിങ്ങളിലൂടെ, നിങ്ങളുമായി മാത്രം. ഇതിനെ നമുക്ക് വിളിക്കാം മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന്. നിങ്ങളുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിലേത് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നുവോ അതനുസരിച്ചാണത് പ്രവർത്തിക്കുക. രാവിലെ എഴുന്നേറ്റുടനെ നിങ്ങളുടെ തലച്ചോറിൽ പോസിറ്റീവ് പ്രോഗ്രാമിംഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പോസിറ്റീവായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നാം, എന്താ ഇത്, മാജിക് ആണോ എന്ന്. അതെ, ഇതൊരുതരം മാജിക് തന്നെയാണ്. പക്ഷേ ഇത് സയൻസ് അടിസ്ഥാനത്തിലുള്ള മാജിക്. ന്യൂറോ സയൻസ്, സൈക്കോളജി എന്നീ മേഖലകളിലെ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, രാവിലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ കെമിസ്ട്രിയെ തന്നെ മാറ്റുന്നുണ്ട് എന്ന്. നമ്മുടെ മസ്തിഷ്കം ഹോർമോണുകൾ സ്രവിക്കുന്നു. ഡോപ്പമീൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ് ഇവയെല്ലാം ഹാപ്പി ഹോർമോണുകളാണ്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതും ഊർജ്ജസ്വലത തോന്നുന്നതും ആത്മവിശ്വാസം തോന്നുന്നതും ഈ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഈ സന്തോഷ ഹോർമോണുകൾ സ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും നല്ല അനുഭവമുണ്ടാവും. എന്നാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചാലോ, ഫോണിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെ താഴ്ത്തി കണ്ടാലോ, കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ സ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠ, പേടി, അസ്വസ്ഥത എന്നിവ അനുഭവപ്പെടും. ഇത് രാവിലെ തന്നെ സംഭവിക്കുമ്പോൾ ദിവസം മുഴുവൻ നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ തുടരും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം പോസിറ്റീവ് അഫർമേഷനുകൾ പറയുക എന്നതാണ്. എന്താണ് ഈ അഫർമേഷനുകൾ എന്ന് നിങ്ങൾ ചോദിക്കുമോ? അഫർമേഷനുകൾ എന്നാൽ നിങ്ങൾ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന പോസിറ്റീവ് പ്രസ്താവനകളാണ്. എനിക്ക് കഴിയും, ഞാൻ ശക്തനാണ്, ഇന്നത്തെ ദിവസം മികച്ചതായിരിക്കും, എനിക്ക് സന്തോഷം തോന്നുന്നു, ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്, ഇതുപോലുള്ള വാക്കുകൾ. ഇത് കേട്ടാൽ ചിലർക്ക് തോന്നാം, അയ്യോ, ഇതെന്തോ ഊളത്തരം പോലെ തോന്നുന്നു, അങ്ങനെ പറഞ്ഞാൽ മതിയോ, വിശ്വസിക്കാനാവുന്നില്ല. പക്ഷെ ഇതിനു പിന്നിൽ വലിയ സയൻസ് ഉണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് വാസ്തവവും സാങ്കല്പികവും തമ്മിൽ വേർതിരിച്ചറിയില്ല. നിങ്ങൾ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ അത് സത്യമായി സ്വീകരിക്കും. ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കൂ. നാളെ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി സ്വയം പറയൂ, ഇന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു ദിവസമുണ്ടാകാൻ പോകുന്നു, ഇന്ന് നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു, ഞാൻ സന്തോഷവാനാണ്, ഊർജ്ജസ്വലനാണ്, എന്റെ ആരോഗ്യം മികച്ചതാണ്, എന്റെ ബന്ധങ്ങൾ സുന്ദരമാണ്, എന്റെ ജോലി നന്നായി നടക്കുന്നു, പണം എളുപ്പത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഇതിനകം നേടിയതുപോലെ സംസാരിക്കുക. ഭാവിയിലെ ഭാഷയിലല്ല, വർത്തമാനത്തിന്റെ ഭാഷയിൽ. എനിക്ക് കിട്ടണം എന്നല്ല, എനിക്കുണ്ട് എന്ന്. ഇത് നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് വിശ്വസിപ്പിക്കും. നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചാൽ അത് നേടാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തിത്തരും. ഇതിനു പുറമെ വിഷ്വലൈസേഷൻ എന്നൊരു പ്രക്രിയയുണ്ട്. അതായത് മനസ്സിൽ ചിത്രീകരണം. നിങ്ങൾ എന്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിനെ മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, നിങ്ങൾ വലിയ വീട്ടിൽ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ കണ്ണടച്ച് ആ വീട്ടിന്റെ രൂപം മനസ്സിൽ കണ്ടുനോക്കൂ. നിങ്ങൾ ആ വീട്ടിലൂടെ നടക്കുന്നത് സങ്കൽപ്പിക്കൂ. ആ മുറികളിൽ പ്രവേശിക്കുന്നത് അനുഭവിക്കൂ. ആ സന്തോഷം, ആ അഭിമാനം മനസ്സിൽ കൊണ്ടുവരൂ. ഇതിനകം അത് നേടിയതുപോലെ അനുഭവിക്കൂ. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ബ്ലൂ പ്രിന്റ് നൽകും. നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തിരഞ്ഞുപിടിച്ചു തുടങ്ങും. അത് സാഹചര്യങ്ങളെ, ആളുകളെ, അവസരങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും. ഇത് മാജിക്കല്ല, ഇതാണ് മനസ്സിന്റെ സയൻസ്. ഇതിനെല്ലാം ചേർന്ന് വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കൂ. പക്ഷേ ഈ 10 മിനിറ്റ് നിങ്ങളുടെ ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കും. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും, കൂടുതൽ ഊർജം തോന്നും, കൂടുതൽ പോസിറ്റീവായി തോന്നും. പരസ്പര ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെയും ക്ഷമയോടെയും പെരുമാറും. ജോലിയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ സമാധാനപരമായി പ്രതികരിക്കും. കാരണം നിങ്ങളുടെ ദിവസം തുടങ്ങിയത് തന്നെ ശരിയായ മാനസികാവസ്ഥയിലാണ്. ഇനി രണ്ടാമത്തെ പ്രധാന കാര്യം, രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക. ഇത് വളരെ ലളിതമായി തോന്നുമെങ്കിലും അത്യന്തം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോൾ 6, 7, 8 മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. ആ സമയത്ത് നമ്മുടെ ശരീരം നിർജ്ജലീകരണം സംഭവിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വെള്ളത്തിനായി കാത്തിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ചെറു ചൂടുള്ള വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്. അതിലൊരു നാരങ്ങാ നീര് ചേർത്താൽ വെള്ളം ഇനിയും ഗുണകരം.
ഇത് നിങ്ങളുടെ വയറിനെ വൃത്തിയാക്കും, ദഹനത്തെ സുഗമമാക്കും, വിഷവസ്തുക്കളെ പുറത്താക്കും, ചർമ്മത്തെ തിളക്കമുള്ളതാക്കും, ഉപാപചയം വർദ്ധിപ്പിക്കും. പലരും രാവിലെ എഴുന്നേറ്റ് ആദ്യം കാപ്പിയോ ചായയോ കുടിക്കുന്നു. കഫീൻ നിങ്ങളെ ഉണർത്താൻ സഹായിക്കുമെങ്കിലും അത് വെള്ളത്തിന്റെ സ്ഥാനം പിടിക്കില്ല. മാത്രമല്ല, കഫീൻ നിർജ്ജലീകരണത്തെ കൂടുതൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ആദ്യം വെള്ളം, പിന്നെ വേണമെങ്കിൽ കാപ്പിയോ ചായയോ കുടിക്കാം. ഈ ഒരു ലളിതമായ ശീലം നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കും. നിങ്ങളുടെ ഊർജ്ജ നിലവാരം വർദ്ധിക്കും, തലവേദന, ക്ഷീണം, മടി എന്നിവ കുറയും. കാരണം ശരീരം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ പ്രധാന കാര്യം, ശരീരത്തെ ചലിപ്പിക്കുക. വ്യായാമം ചെയ്യുക എന്നത് രാവിലത്തെ ഏറ്റവും മികച്ച ശീലങ്ങളിലൊന്നാണ്. നിങ്ങൾ ജിമ്മിൽ പോകണമെന്നില്ല, വലിയ വ്യായാമങ്ങൾ ചെയ്യണമെന്നുമില്ല. വെറും 15-20 മിനിറ്റ് ശരീരത്തെ ചലിപ്പിച്ചാൽ മതി. യോഗ ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, നടക്കാം, ഓടാം, വ്യായാമങ്ങൾ ചെയ്യാം. എന്തായാലും ശരീരത്തെ ഉണർത്തണം. രാത്രി മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരം നിശ്ചലമായിരുന്നു. രാവിലെ അതിന് സജീവമാക്കേണ്ടത് ആവശ്യമാണ്. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലൂടെ രക്തപ്രവാഹം വർദ്ധിക്കും. എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജൻ എത്തും. എൻഡോർഫിൻസ് എന്ന സന്തോഷ ഹോർമോൺ സ്രവിക്കും. നിങ്ങൾക്ക് സ്വാഭാവികമായും നല്ല മൂഡുണ്ടാകും. വ്യായാമം വെറും ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, മാനസിക ആരോഗ്യത്തിനും അത്യന്തം പ്രധാനമാണ്. ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ വ്യായാമം സഹായിക്കുന്നു. രാവിലെ ചെയ്യുന്ന വ്യായാമം നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. അതായത് ദിവസം മുഴുവൻ നിങ്ങളുടെ ശരീരം കൂടുതൽ കാലറി ബേൺ ചെയ്യും. ഇത് ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് നിലനിർത്താനും സഹായിക്കും. വ്യായാമം കഴിഞ്ഞ് നിങ്ങൾക്കൊരു വിജയത്തിന്റെ അനുഭൂതി തോന്നും. ഇന്ന് ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്ന ഫീലിംഗ്. ഈ ഫീലിംഗ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പിന്നെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അതേ പോസിറ്റീവ് മൊമെന്റം തുടരാൻ സാധിക്കും. നാലാമത്തെ കാര്യം, നല്ല ഒരു പ്രഭാതഭക്ഷണം കഴിക്കുക. പ്രഭാതഭക്ഷണത്തെ പലപേരും അവഗണിക്കാറുണ്ട്. തിരക്ക് കാരണം സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വല്ല ജങ്ക് ഫുഡ് കഴിച്ചു മാറ്റുന്നവരുണ്ട്. പക്ഷേ പ്രഭാതഭക്ഷണം നിങ്ങളുടെ ദിവസത്തെ ഇന്ധനമാണ്. രാത്രി മുതൽ നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. രാവിലെ അത് ഊർജത്തിനായി കാത്തിരിക്കുകയാണ്. നല്ല പ്രോട്ടീൻ, ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റ്, നല്ല കൊഴുപ്പ്, വിറ്റാമിനുകൾ, നാരുകൾ എന്നിവയടങ്ങിയ ഒരു സമതുലിത പ്രഭാത ഭക്ഷണം കഴിക്കുക. മുട്ട, ഓട്സ്, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, വിത്തുകൾ, ഇതുപോലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. രാവിലെ പഞ്ചസാര അടങ്ങിയ സീരിയൽസോ ബിസ്ക്കറ്റുകളോ മൈദ ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇവ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയർത്തുകയും പെട്ടെന്ന് താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചു സമയം കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് അനുഭവപ്പെടും, ക്ഷീണം തോന്നും. ആരോഗ്യകരമായ പ്രഭാതഭക്ഷണം നിങ്ങൾക്ക് സ്ഥിരമായ ഊർജം നൽകും, ഏകാഗ്രത വർദ്ധിപ്പിക്കും, മൂഡ് മെച്ചപ്പെടുത്തും. നല്ല പ്രഭാതഭക്ഷണം കഴിക്കുന്നവർ പൊതുവെ വലിയ ശാരീരിക ആരോഗ്യവും മാനസിക വ്യക്തതയും അനുഭവിക്കുന്നവരാണ്. അഞ്ചാമതായി, രാവിലെ ഫോൺ ഉപയോഗം കുറയ്ക്കുക. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷമേ ഫോൺ എടുക്കാവൂ. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ കാര്യമായി തോന്നുമെങ്കിലും ഇതാണ് നിങ്ങളുടെ മാനസിക സമാധാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. രാവിലെ നിങ്ങൾ ഫോൺ എടുക്കുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മെസ്സേജുകൾ, പോസ്റ്റുകൾ, വാർത്തകൾ എല്ലാം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിൽ നിന്നും അകറ്റും. ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും ഫോൺ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആ സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രമാക്കുക. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ, ശരീരത്തെ ശക്തിപ്പെടുത്താൻ, ആത്മാവിനെ ഉണർത്താൻ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അത് കൃതജ്ഞതയാണ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. രാവിലെ എഴുന്നേറ്റ് ആഫർമേഷനുകളും വിഷ്വലൈസേഷനും കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് നന്ദി പറയലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആകുലപ്പെടാറുള്ളത്. ഇല്ലാത്ത കാർ, ഇല്ലാത്ത വീട്, ഇല്ലാത്ത പണം, ഇതെല്ലാം ഓർത്ത് നമ്മൾ വിഷമിക്കുന്നു. എന്നാൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ എത്ര വലിയ കാര്യമാണ്. എത്രയോ ആളുകൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു. അതിന് നന്ദി പറയൂ. നിങ്ങൾക്ക് കിടക്കാൻ ഒരു കിടക്കയുണ്ട്, തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയുണ്ട്, ശ്വസിക്കാൻ വായുവുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊന്നും എല്ലാവർക്കും ലഭിക്കുന്ന കാര്യങ്ങളല്ല. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ്
ചുരുങ്ങിയത് 3 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക. ദൈവമേ, ഇന്നത്തെ ദിവസത്തിന് നന്ദി. എന്റെ ആരോഗ്യത്തിന് നന്ദി. എന്റെ കുടുംബത്തിന് നന്ദി. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ ശീലിക്കുക. നന്ദി പറയുന്ന മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനമില്ല. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ജീവിതത്തിലെ നല്ല കാര്യങ്ങളിലേക്ക് മാറുന്നു. എനിക്കില്ല എന്ന ചിന്തയിൽ നിന്ന് എനിക്കുണ്ട് എന്ന ചിന്തയിലേക്ക് മാറുന്നു. ഈ മാറ്റം വളരെ വലുതാണ്. എപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഇല്ലായ്മകളെ ഉണ്ടാവൂ. എന്നാൽ ഉള്ളവയിൽ സന്തോഷിക്കുന്നവർക്ക് ദൈവം കൂടുതൽ നൽകും. ഇതൊരു പ്രപഞ്ച നിയമമാണ്. ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നന്ദിയുള്ള ഹൃദയത്തിലേക്ക് കൂടുതൽ നന്മകൾ ആകർഷിക്കപ്പെടും എന്നാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, മറിച്ച് നേടാൻ ഒരുപാടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും വേണ്ടിവരില്ല. എന്നാൽ ഇതിന്റെ ഫലം ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കും. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എനിക്കെപ്പോഴാ സമയം എന്ന്. ഉത്തരം ലളിതമാണ്: നേരത്തെ എഴുന്നേൽക്കുക. ഇപ്പോൾ നിങ്ങൾ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 5 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ 1 മണിക്കൂർ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കും. 5 മണി ക്ലബ് എന്നൊരു പുസ്തകമുണ്ട്, റോബിൻ ശർമ്മ എഴുതിയത്. അതിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരെല്ലാം അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് എന്നാണ്. അവർക്ക് കിട്ടുന്ന ആ അധിക സമയം മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ അവരെ സഹായിക്കുന്നു. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കൊരു തിരക്കും അനുഭവപ്പെടില്ല. എല്ലാം വളരെ സാവധാനത്തിൽ ശാന്തമായി ചെയ്യാൻ സാധിക്കും. ആ ശാന്തത നിങ്ങളുടെ ദിവസം മുഴുവൻ നിലനിൽക്കും. തിരക്കിട്ടോടുന്ന ഒരാളും കൃത്യമായി പ്ലാൻ ചെയ്ത് ശാന്തമായി നീങ്ങുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. ശാന്തമായ മനസ്സുള്ളവർക്ക് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. അവർക്ക് മാത്രമേ പ്രതിസന്ധികളെ തളരാതെ നേരിടാൻ സാധിക്കൂ. നേരത്തെ എഴുന്നേൽക്കുക എന്നത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ശരീരം വഴങ്ങില്ല, മനസ്സ് സമ്മതിക്കില്ല. 1 ദിവസം കൂടി ഉറങ്ങിക്കോളൂ എന്ന് മനസ്സ് പറയും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, ഇല്ല, എനിക്ക് എഴുന്നേറ്റേ മതിയാവൂ, എനിക്കെന്റെ ജീവിതം മാറ്റണം. ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിരിക്കും. ഓരോ തവണ നിങ്ങൾ അലാറം അടിച്ചുടനെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തോൽപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തിയെ അല്ലെങ്കിൽ വിൽ പവറിനെ ശക്തിപ്പെടുത്തുകയാണ്. ഇങ്ങനെ ശക്തിപ്പെടുന്ന ഇച്ഛാശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയെയും നേരിടാൻ സാധിക്കും. മറിച്ച് ഓരോ തവണ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കീഴടങ്ങുകയാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. ഇനി ഈ ശീലങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് തുടങ്ങാൻ സാധിക്കില്ലായിരിക്കും. അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങുക. നാളെ രാവിലെ പതിവിലും 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് ആ 15 മിനിറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. കുറച്ച് വെള്ളം കുടിക്കുക, കണ്ണടച്ചിരുന്ന് അഫർമേഷനുകൾ പറയുക, കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുക. ഇത്രയും മതി തുടക്കത്തിൽ. പിന്നെ സാവധാനം സമയം കൂട്ടാം. മാറ്റം പെട്ടെന്ന് സംഭവിക്കില്ല. അത് സാവധാനത്തിലുള്ളൊരു പ്രക്രിയയാണ്. ഒരു വിത്ത് മണ്ണിലിട്ടാൽ അത് പിറ്റേന്ന് തന്നെ മരമാകില്ലല്ലോ. അതിന് വെള്ളവും വെളിച്ചവും വളവും നൽകി കാത്തിരിക്കണം. അതുപോലെയാണ് നല്ല ശീലങ്ങളും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം, സ്ഥിരമായി പ്രയത്നിക്കണം. ഒരു കാര്യം കൂടി ഓർക്കുക. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മടി തോന്നും, എഴുന്നേൽക്കാൻ കഴിയില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കില്ല. അതൊന്നും സാരമില്ല. നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. ഒരു ദിവസം തെറ്റിയാൽ വിഷമിക്കരുത്, സ്വയം കുറ്റപ്പെടുത്തരുത്. സാരമില്ല, നാളെ ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുക. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കരുത് എന്നതാണ്. വീഴുന്നതല്ല പരാജയം, വീണിടത്ത് കിടക്കുന്നതാണ് പരാജയം. ഓരോ വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ച് വീണ്ടും എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി. നിങ്ങൾ ഈ ശീലങ്ങൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും മാറ്റങ്ങൾ അനുഭവപ്പെടും. ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ, എപ്പോഴും സന്തോഷവാനാണല്ലോ, നല്ല എനർജി ഉണ്ടല്ലോ എന്നവർ പറയും. നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവരെയും സ്വാധീനിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളൊരു മാതൃകയായി മാറും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്ത് പുസ്തകം വായിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ കുട്ടികളും അതനുകരിക്കും. അങ്ങനെ നിങ്ങളുടെ വിധി മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറയുടെ വിധിയും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ യാത്രയിൽ ഏറ്റവും വലിയ ശത്രു
നിങ്ങളുടെ തന്നെ പഴയ ശീലങ്ങളാണ്. മടി, ആലസ്യം, നീട്ടിവെക്കൽ ഇവയെല്ലാം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊന്നും നടക്കില്ല, വെറുതെ സമയം കളയണ്ട എന്ന് മനസ്സ് പറയും. പക്ഷെ ആ ശബ്ദത്തെ അവഗണിക്കുക. പകരം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. എനിക്ക് മാറണം, എനിക്ക് വിജയിക്കണം, എനിക്ക് സന്തോഷമായിരിക്കണം എന്ന ചിന്ത. ഈ ചിന്തയാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ഇന്ധനം നൽകുക. ഒരു പഴയ കഥയുണ്ട്, 2 ചെന്നായകൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച്. ഒരു മുത്തച്ഛൻ തന്റെ കൊച്ചുമകനോട് പറഞ്ഞു, മകനെ, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും 2 ചെന്നായകൾ തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഒന്ന് തിന്മയുടെ ചെന്നായ, ദേഷ്യം, അസൂയ, മടി, അഹങ്കാരം. മറ്റൊന്ന് നന്മയുടെ ചെന്നായ, സ്നേഹം, സമാധാനം, പ്രത്യാശ, കഠിനാധ്വാനം. കൊച്ചുമകൻ ചോദിച്ചു, മുത്തച്ഛ, ഇതിലേത് ചെന്നായയാണ് ജയിക്കുക? മുത്തച്ഛൻ മറുപടി പറഞ്ഞു, നീ ഏതിനെയാണോ കൂടുതൽ തീറ്റ കൊടുത്ത് വളർത്തുന്നത് ആ ചെന്നായ ജയിക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് ചെന്നായ്ക്ക് തീറ്റ കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. ഫോൺ നോക്കി അലസമായി കിടക്കുമ്പോൾ നിങ്ങൾ തിന്മയുടെ ചെന്നായെ വളർത്തുന്നു. നേരത്തെ എഴുന്നേറ്റ് നന്ദി പറഞ്ഞ് വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ നന്മയുടെ ചെന്നായെ വളർത്തുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഏത് ചെന്നായ ജയിക്കണമെന്നത് പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം എടുക്കേണ്ടത് ഓരോ ദിവസവും രാവിലെയാണ്. ഓരോ പ്രഭാതവും ഒരു യുദ്ധഭൂമിയാണ്. ആ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്നത് നിങ്ങളുടെ കൈകളിലാണ്. ജീവിതമെന്നത് വെറും ദിവസങ്ങളുടെ ആകത്തുകയാണ്. നല്ല ദിവസങ്ങൾ ചേരുമ്പോൾ നല്ല ആഴ്ചകളാകുന്നു, നല്ല മാസങ്ങളാകുന്നു, നല്ല വർഷങ്ങളാകുന്നു, ഒടുവിൽ നല്ലൊരു ജീവിതമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നന്നാക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ദിവസങ്ങൾ നന്നാക്കുക. ദിവസങ്ങൾ നന്നാക്കണമെങ്കിൽ നിങ്ങളുടെ പ്രഭാതങ്ങൾ നന്നാക്കുക. പ്രഭാതങ്ങൾ നന്നാക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ പ്ലാൻ ലഭിച്ചു. നാളെ രാവിലെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഇനി വേണ്ടത് പ്രവർത്തിക്കലാണ്. അറിവ് മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചാലും എത്ര നല്ല വീഡിയോകൾ കണ്ടാലും നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. നാളെ മുതൽ എന്ന് പറയരുത്, ഇന്ന് മുതൽ എന്ന് പറയുക. ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ നാളത്തെ പ്രഭാതത്തിനായി തയ്യാറെടുക്കുക. അലാം സെറ്റ് ചെയ്യുക, കുടിക്കാൻ വെള്ളം എടുത്തു വയ്ക്കുക, വ്യായാമത്തിനുള്ള വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കുക. ഈ ചെറിയ തയ്യാറെടുപ്പുകൾ നാളെ രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ യാത്ര എളുപ്പമായിരിക്കില്ല, പക്ഷെ അത് മൂല്യവത്തായിരിക്കും. കഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും, വിയർക്കുന്ന ഓരോ തുള്ളിയും നിങ്ങളുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്ന ഇഷ്ടികകളാണ്. ഓർക്കുക, വജ്രം രൂപം കൊള്ളുന്നത് കൽക്കരിയിൽ നിന്നാണ്, കടുത്ത സമ്മർദ്ദത്തിലൂടെ. അതുപോലെ നിങ്ങൾ കടന്നുപോകുന്ന ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ ഒരു വജ്രമാക്കി മാറ്റും. തിളക്കമുള്ള, മൂല്യമുള്ള, കരുത്തുറ്റൊരു വജ്രം. ജീവിതത്തിൽ വിജയിച്ചവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. വിജയമെന്നത് വലിയ കാര്യങ്ങൾ ഇടയ്ക്കിടെ ചെയ്യുന്നതിലല്ല, മറിച്ച് ചെറിയ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിലാണിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച ഈ പ്രഭാതശീലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഫലം തരുന്ന അത്ഭുത മരുന്നുകളല്ല. ജിമ്മിൽ പോയി ഒരൊറ്റ ദിവസം കൊണ്ട് മസിൽ വരുമോ? ഇല്ല. പക്ഷേ 90 ദിവസം തുടർച്ചയായി പോയാലോ മാറ്റമുറപ്പാണ്. അതുപോലെയാണ് ഈ ശീലങ്ങളും. നിങ്ങളിത് ദിവസവും ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇഫക്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ പോലെ ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചുവരും. ആദ്യത്തെ ആഴ്ച വലിയ മാറ്റമൊന്നും കണ്ടില്ലെന്ന് വരാം. പക്ഷേ 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതാണോ പഴയ ഞാൻ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കും. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല, മറിച്ച് ഓർമ്മിപ്പിക്കാൻ പറയുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പോയ സമയം ഇനി ഒരിക്കലും തിരിച്ചുവരില്ല. ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് നമ്മുടെ ജീവിതം. എല്ലാ ദിവസവും രാവിലെ ദൈവം നമ്മുടെ അക്കൗണ്ടിൽ 86,400 സെക്കൻഡുകൾ നിക്ഷേപിക്കുന്നു. രാത്രിയാകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ ബാലൻസ് 0 ബാക്കി വയ്ക്കാൻ സാധിക്കില്ല. ബുദ്ധിമാനായ മനുഷ്യൻ ആ നിക്ഷേപത്തെ പരമാവധി പ്രയോജനപ്പെടുത്തും. മടിയനായ മനുഷ്യൻ അത് ഉറങ്ങിത്തീർക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ആ സമയം ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതോ വെറുതെ കിടന്ന് ഉറങ്ങി അത് പാഴാക്കി കളയുമോ? നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ ആ ശബ്ദം വെറുമൊരു അലാറമല്ലെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ അവസരമാണ്.
അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വാതിലിൽ മുട്ടുന്ന ശബ്ദമാണ്. എഴുന്നേൽക്കൂ, നിനക്ക് നേടാനൊരു ലോകമുണ്ട് എന്ന് വിധി നിങ്ങളോട് വിളിച്ചു പറയുന്നതാണ്. ആ സമയത്ത് ആ പുതപ്പിന്റെ സുഖം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന ആ മടി, അത് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ തോൽപ്പിക്കാൻ ഒരു ശക്തമായ കാരണം നിങ്ങൾക്ക് വേണം. അതിനെയാണ് നമ്മൾ വൈ അല്ലെങ്കിൽ എന്തിന് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്? വെറുതെ ജീവിച്ചു തീർക്കാനാണോ? അതോ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനാണോ? നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ, സ്വന്തമായൊരു വീട് വയ്ക്കാൻ, ലോകമറിയപ്പെടുന്ന ഒരാളാകാൻ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ആ ആഗ്രഹം ശക്തമാണെങ്കിൽ അലാറം അടിക്കുന്നതിന് മുൻപേ നിങ്ങൾ എഴുന്നേൽക്കും. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതായി തോന്നും. രാവിലെ എഴുന്നേൽക്കാനുള്ള മടി ഒരു വലിയ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേണ്ടത്ര വലുതല്ല എന്നാണ്. അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളോട് നിങ്ങൾക്ക് വേണ്ടത്ര ആത്മാർത്ഥതയില്ല എന്നാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. അത് നിങ്ങളുടെ കിടക്കക്കരികിൽ ഒട്ടിച്ചു വയ്ക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നത് അതായിരിക്കണം. അത് നിങ്ങൾക്കൊരു തീപ്പൊരി നൽകും. ആ തീപ്പൊരി മതി നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ. ഓർക്കുക, കഷ്ടപ്പാടില്ലാതെ ഒരു വിജയവുമില്ല. നോ പെയിൻ നോ ഗെയിൻ എന്ന് കേട്ടിട്ടില്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് വേദനയാണ്, വ്യായാമം ചെയ്യുന്നത് വേദനയാണ്, ഫോൺ മാറ്റിവെച്ച് പുസ്തകം വായിക്കുന്നത് വേദനയാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു വേദനയുണ്ട്, പശ്ചാത്താപത്തിൻ്റെ വേദന. വയസ്സായി കഴിയുമ്പോൾ അയ്യോ, അന്ന് ഞാൻ ആ സമയം ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്നോർത്ത് വിഷമിക്കുന്ന ആ വേദനയുണ്ടല്ലോ, അത് സഹിക്കാൻ കഴിയില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അച്ചടക്കത്തിൻ്റെ ഈ ചെറിയ വേദന സഹിക്കുന്നത്. പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ഫാർ ലെസ് ദാൻ ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. അച്ചടക്കത്തിൻ്റെ വേദന പശ്ചാത്താപത്തിൻ്റെ വേദനയേക്കാൾ വളരെ കുറവാണ്. നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട സമയമായി, ഞാൻ വെറുമൊരു കാഴ്ചക്കാരനല്ല, ഞാനൊരു പോരാളിയാണെന്ന്. നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിലാണ്. അത് നക്ഷത്രങ്ങളിലോ കൈരേഖകളിലോ അല്ല എഴുതപ്പെട്ടിരിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ് അത് എഴുതപ്പെടുന്നത്. നിങ്ങളുടെ വിധി മാറ്റാൻ മറ്റാർക്കും സാധിക്കില്ല. ഒരു ദൈവത്തിനും ഒരു ഗുരുവിനും ഒരു പുസ്തകത്തിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, നിങ്ങൾ സ്വയം രക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ. നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ ദൈവം 10 ചുവട് നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ ആ ആദ്യത്തെ ചുവട്, ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന ആ ആദ്യത്തെ ചുവട് നിങ്ങൾ തന്നെ വെക്കണം. നാളെ ഒരു പുതിയ സൂര്യൻ ഉദിക്കും. ആ സൂര്യനോടൊപ്പം നിങ്ങളും ഉദിക്കണം. പഴയ മടിയനായ, പരാതി പറയുന്ന, ലക്ഷ്യമില്ലാത്ത വ്യക്തിയിൽ നിന്ന് പുതിയൊരു വ്യക്തിയായി നിങ്ങൾ മാറണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകണം. ഇന്നത്തെ ദിവസം എൻ്റേതാണ് എന്ന ആത്മവിശ്വാസമുണ്ടാകണം. ലോകം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടാകും. നിങ്ങൾ മാറുന്നത് കണ്ട് അവരസൂയപ്പെടും, അല്ലെങ്കിൽ അത്ഭുതപ്പെടും. അവരോടൊന്നും പറയേണ്ടതില്ല. നിങ്ങളുടെ വിജയം സംസാരിക്കട്ടെ, നിങ്ങളുടെ ജീവിതം സംസാരിക്കട്ടെ. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ഇതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നുണ്ട്. നിങ്ങളും ആ വലിയ കൂട്ടായ്മയുടെ ഭാഗമാകുകയാണ്. തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ, വിജയത്തിനു വേണ്ടി ദാഹിക്കുന്നവരുടെ കൂട്ടായ്മ. വീഴുമ്പോൾ കൈപിടിച്ചുയർത്താനും തളരുമ്പോൾ ആശ്വസിപ്പിക്കാനും നമുക്ക് ചുറ്റും പോസിറ്റീവായ മനുഷ്യരുണ്ടാകണം. നെഗറ്റീവായ ആളുകളെ ഒഴിവാക്കുക. നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരെ ജീവിതത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക. പകരം നിനക്ക് സാധിക്കുമെന്ന് പറയുന്നവരെ കൂടെ കൂട്ടുക. ഈ നിമിഷം മുതൽ ഒരു പ്രതിജ്ഞയെടുക്കുക. ഇനി മുതൽ എന്റെ പ്രഭാതങ്ങൾ ഞാൻ പാഴാക്കില്ല. എന്റെ വിധി ഞാൻ തന്നെ തിരുത്തി എഴുതും. ഇത് വെറുമൊരു വീഡിയോ അല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹത്തെ ഉണർത്താനുള്ള ഒരു ശ്രമം. ആ സിംഹം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാടിനും അതിനെ തടയാൻ കഴിയില്ല. നിങ്ങൾ ഉണരുക. സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുക. ജീവിതം സുന്ദരമാണ്. അത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും വേണം. അത് രണ്ടും നമുക്ക് ലഭിക്കുന്നത് നല്ല പ്രഭാതങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നാളെ രാവിലെ കൃത്യസമയത്ത് സ്നൂസ് ബട്ടൺ അമർത്താതെ ഒരു പുഞ്ചിരിയോടെ എഴുന്നേൽക്കുക. എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക. അങ്ങനെ ദിവസത്തെ ജയിക്കുക, ജീവിതത്തെ ജയിക്കുക. നിങ്ങളുടെ ഈ മാറ്റത്തിന്റെ യാത്രയിൽ ഞങ്ങളും കൂടെയുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം
നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്. ആർക്കറിയാം, നിങ്ങളുടെ ഒരു ഷെയർ കാരണം വേറൊരാളുടെ ജീവിതം മാറിയേക്കാം. അതൊരു വലിയ പുണ്യമാണ്. കൂടുതൽ പ്രചോദനത്തിനും ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നാളെ മുതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന മാറ്റങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഐ ആം റെഡി അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് കമന്റ് ചെയ്യൂ. അത് നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നന്ദി, ശുഭദിനം നേരുന്നു. നിങ്ങളുടെ വിധി തിരുത്തി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.